ഇവിടെ വന്ന് ടാങ്ക് വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സാമാനം വെച്ചടിച്ചു. അതേമാതിരി പിന്നെ മൈലേജ്, ഇതിൻ്റെ മൈലേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ മൈലേജ് പറഞ്ഞാൽ കമ്പനി സ്പീഡ്, ടോപ്പ് സ്പീഡ് പെർ ഹവർ ഓരോ വണ്ടിൻ്റെ റിവ്യൂ ഭയങ്കര ഹീറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്ര ഇതാക്കി ഓട്ടി ഹാർഡായിട്ട് ഓട്ടിയിട്ടും. വെൽക്കം ബാക്ക് ടു അപ്പോൾ ഗെയ്സ്, ഇന്ന് നമ്മൾ വണ്ടീൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. റോയൽ എൻഫീൽഡ് ഹണ്ടർ 350 ഒരു യൂസർ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. 5000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ വണ്ടീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഒരു നരി സാധനമാണ്, ഉള്ളു പറയാമല്ലോ. എൻ്റെ യൂസർ റിവ്യൂ ആണ്, അല്ലാതെ വെറുതെ വാരി വലിച്ച് എന്തെങ്കിലുമൊക്കെ പറയില്ല. അപ്പോൾ ഇതാണ് മുതൽ റോയൽ എൻഫീൽഡ് ഹണ്ടർ 350. ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ പറയാമെന്ന് വിചാരിച്ച്. പിന്നെ വണ്ടി പറഞ്ഞാൽ സംഗതി കിട്ടുകയാണ്, ഓടിക്കാനും എല്ലാത്തിനും ഭയങ്കര സുഖമാണ്. പിന്നെ ഞാനിവിടുന്ന് സത്യമാണ് പറയുന്നത്, നോണല്ല. ഞാൻ കുറേ വട്ടം ബാംഗ്ലൂർക്ക് തന്നെ സാധനം ഓട്ടിച്ച് പോയിട്ടുണ്ട്. വണ്ടി എടുത്തുകൊണ്ട് ബാംഗ്ലൂർക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇവിടുന്ന് ബാംഗ്ലൂർക്ക് ഏകദേശം 500 കിലോമീറ്റർ സംതിങ് ഉണ്ട്. അപ്പോൾ ഈ 500 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഞാൻ 2-3 വട്ടം ഞാൻ ബാംഗ്ലൂർക്ക് അങ്ങോട്ടും കൊണ്ടുപോകണം. അതേമാതിരി കൊണ്ടുപോയി അങ്ങോട്ട് കൊണ്ടുവരുമാണല്ലോ, എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് കുറഞ്ഞും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണിത്. ആദ്യം ഇതിൻ്റെ ഗുണം പറയാം. വണ്ടി റൈഡിങ്ങിന് ഭയങ്കര കംഫർട്ടാണ്, സാധനം സെറ്റാണ്, ഭയങ്കര ഓവർ ഹീറ്റിംഗ് ഇല്ല. എന്നോട് കുറേ ആൾക്കാർ, ഞാൻ എടുക്കുന്നതിന് മുമ്പ് കുറേ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു, ഓരോ വണ്ടീൻ്റെ റിവ്യൂ ഭയങ്കര ഹീറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് ബാംഗ്ലൂർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ സാധനത്തിൽ ഇരുന്ന് പോയിട്ട് എനിക്കൊരു ഹീറ്റിങ്ങോ ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല. പിന്നെ മൈലേജ്, ഇതിൻ്റെ മൈലേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ മൈലേജ് പറഞ്ഞാൽ കമ്പനി പറയാൻ 35 എനിക്ക് ഏകദേശം അത് നമ്മളെ യൂസിങ്ങിനനുസരിച്ച് നമ്മളെ ഡ്രൈവ് എങ്ങനെയാണ്, അതായത് അഗ്രസീവ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മൈലേജ് ഉണ്ടാവും. അതിൻ്റെ ഇക്കണോമിയെ കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ റൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉണ്ടാവും. ഇതിൻ്റെ ആ മാക്സിമം സ്പീഡ്, ടോപ്പ് സ്പീഡ് പെർ ഹവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഗൂഗിളിൽ എന്തൊക്കെ ചെയ്ത് നോക്കിയിട്ട് 128 ഇതിൻ്റെ മാക്സിമം സ്പീഡ്. പക്ഷേ ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ബാംഗ്ലൂർക്ക് പോകുമ്പോൾ നല്ല റോഡാണ്, കയറ്റി അടിച്ച് പിന്നെ വിടും. ഇത് പറഞ്ഞാൽ ഞാനൊരു 135 കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പെട്ടെന്ന് സ്പീഡ്, ആക്സിലറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ, പിക്കപ്പ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ്, അതുകൊണ്ട് കയറിപ്പോകുന്നത്. പക്ഷേ ഈ 135 മേലേക്ക് എനിക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നാമത് 135 ലെവലിൽ പിടിച്ചുമ്പോൾ തന്നെ അടുത്ത വളവ് വരും. അപ്പോൾ ഇത് നമ്മൾ ഗിയർ ഡൗൺ ചെയ്യും, അല്ലെ അതേ വണ്ടി മുമ്പിലുണ്ടാവും. പെട്ടെന്ന് 100ക്ക് ടച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പവറാണ് വണ്ടി. പവർ പറഞ്ഞാൽ 350 cc ആണ്, പക്ഷേ ഭയങ്കര പിക്കപ്പാണ് ഇതാണ്. ഇത് പക്ഷേ 135 മാപ്പിട്ട് എനിക്ക് കയറ്റാൻ കഴിഞ്ഞൊരു ദിവസമാണ്. 135 പെട്ടെന്ന് കയറും, അടിച്ച് പിന്നെ കയറും. 130 ലെവലിക്കൊക്കെ ബാങ്ക് കയറും വണ്ടി. പക്ഷേ 135 ആണ് എൻ്റെ ടോപ്പ്. അതിൽ 5 മാപ്പിട്ടാണ് കയറ്റാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇതിമൊന്നും ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു ചാർജിങ് പോർട്ടൊക്കെ വരുന്നുണ്ട്. ഇവിടെ ചാർജിങ്ങിൻ്റെ കേബിളിൻ്റെ അതൊക്കെ വരുന്നുണ്ട്, USB കേബിളിൻ്റെ ചാർജിങ് പോർട്ടൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നാളെ വണ്ടി രണ്ടാമത് എടുത്തുകൊണ്ട് പോവാണ്, ബാംഗ്ലൂർക്ക് വണ്ടി പോകണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മൊബൈൽ ഹോൾഡർ വെച്ച്, അതുപോലെ ക്യാമറൻ്റെ ഹോൾഡറും വെച്ചാണ് ഇവിടെ. നല്ല സുഖമാണ് കേട്ടോ. ഇത് ഈ സാധനം കൊണ്ട് ഓഫ് റോഡും പോകാം, ഓഫ് റോഡൊക്കെ പോകാൻ ഭയങ്കര സുഖമുള്ളൊരു സാധനമാണിത്. ഞാൻ ബാംഗ്ലൂർ പോകുമ്പോഴായാലും ചെറിയ കല്ലുമുട്ടി റോഡ് വന്നാലും, റോഡ് പണി എടുക്കുന്ന റോഡായാലും ഞാൻ സ്ലോ ആക്കലില്ല, ഒരേ സ്പീഡിൽ പോകാതെ. അതിന് സീറ്റിലിരിക്കുന്ന ആൾക്ക് അറിയില്ല, അത്രയ്ക്ക് സൂപ്പറാണിത്. സീറ്റിലിരിക്കുന്ന ആൾക്ക് ഇതിൻ്റെ ഒരു മോശം വശം അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഷോക്ക് അബ്സറിൻ്റെ, സീറ്റിലിരിക്കുന്ന ആൾക്ക് ഏത് കുന്നും മലയാണെന്നുണ്ടെങ്കിലും സിമ്പിളായിട്ട് കയറ്റി വിടാം. ഓഫ് റോഡാണെന്നുണ്ടെങ്കിലും ഓൺ റോഡാണെന്നുണ്ടെങ്കിലും. അതേപോലെ തന്നെ ഞാനിപ്പോൾ ബാംഗ്ലൂർക്ക് പോകുന്നിടത്ത് റോഡ് പണി എടുക്കുന്നുണ്ടാവും, ഫുള്ള് കല്ലുമുട്ടിയേക്കാറും, ചരക്കല്ലുണ്ടാവും. അതേപോലെ കല്ലുമുട്ടി എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കല്ലൊന്നല്ലേ, നല്ല റോഡ് ജസ്റ്റ് JCB വെച്ച് മാന്തിയിട്ട് റോഡാക്കിയേക്കാം. അതേപോലെ കരിങ്കല്ല് മാത്രം ഇട്ട റോഡുണ്ടാവും. ഇന്നൊക്കെ അടിച്ച് പിന്നെ കയറ്റി വിടില്ല, സ്പീഡ് കുറയ്ക്കലോ ഡൗൺ ചെയ്യലൊന്നുമില്ല, അത് അടിച്ച് പിന്നെ. പക്ഷേ ഒരു പ്രശ്നമില്ല, കുത്തിക്കുലുക്കോ കാര്യങ്ങളോ ഇല്ല. ഈ ഹാൻഡിൽ ബാറും ഇതേമാതിരി ഉണ്ടാവും, സീറ്റും അതേമാതിരി ഉണ്ടാവും. ടയറും സസ്പെൻഷൻ മാത്രം കിടന്ന് ഇങ്ങനെ ഇളകുന്നല്ലാണ്ട് വേറൊരു പ്രശ്നം ഈ സാധനത്തിനില്ല. അതായത് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ ഇതേമാതിരി വണ്ടിമേൽ ഇരിക്കുന്ന ഓട്ടുന്ന ആൾക്ക് ഒരു കുലുക്കോ കാര്യങ്ങളോ ഉണ്ടാവില്ല, സിമ്പിളായിട്ട് വണ്ടി പോകും. പിന്നെ പറഞ്ഞാൽ ചില റോഡൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പാച്ച് വർക്ക് ചെയ്ത റോഡൊക്കെ ഉണ്ടാവല്ലോ, ഏറ്റക്കുറച്ചുള്ള റോഡ്. അപ്പോൾ സൈഡിൽ കൂടെ ഇങ്ങനെ കയറ്റുമ്പോൾ ചില വണ്ടി ഇങ്ങനെ ഒരു തെന്നി മാറും, ഇങ്ങനെ ഒരു ഇതുണ്ടാവും ചില ബൈക്ക് പോകുമ്പോൾ. പക്ഷേ ഈ വണ്ടി പോകുമ്പോൾ ആ ഒരു പ്രശ്നമില്ല. കറക്റ്റ് ഇങ്ങനെ നേരെ എടുത്താലും ഇങ്ങനെ എടുത്തുകയാണെന്നുണ്ടെങ്കിലും എങ്ങനെ എടുത്തുകയാണെന്നുണ്ടെങ്കിലും വണ്ടി ഒരു കുലുക്കോ ഒരു ചെരിച്ചിലോ ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് സ്മൂത്തായിട്ട് പോകും. പിന്നെ ഇതിൻ്റെ ദോഷം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ ഒരാളെ വെച്ച് കൊണ്ടുപോകാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരാളെ വെച്ച് കണ്ടാണ് പോകേണ്ടത്, സിമ്പിളായിട്ട് കൂളായിട്ട് കൊണ്ടുപോകാം. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് ഏകദേശം 500ൻ്റെ അടുത്ത് കിലോമീറ്റർ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് ഞാൻ ഈ വണ്ടിയും കൊണ്ട് വന്നതാണ്. ബാംഗ്ലൂരിൽ നാട്ടിലേക്ക് ഞാൻ ഈ വണ്ടിയും കൊണ്ട് ഏകദേശം 135 കിലോമീറ്റർ കീപ്പ് ചെയ്ത് കണ്ട് ഞാൻ നാട്ടിലേക്ക് വെറും
ഏകദേശം 9 മണിക്കൂറുള്ള വെറും 5.5 മണിക്കൂർ കൊണ്ട് ഞാൻ ഈ ബൈക്ക് ഓടിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നാട്ടിലെത്തിയിട്ടുണ്ട്. അതായത് ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി റൈഡ് ചെയ്തിട്ട് കയറിയിട്ട് നാട്ടിൽ വന്നിട്ടാണ് ഞാൻ കാല് കുത്തുന്നത്. അതായത് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത്. ഒരൊറ്റ വട്ടം ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഒരൊറ്റ വട്ടം ഞാൻ പൗതിക്കൊന്ന് പെട്രോൾ അടിക്കാൻ മാത്രം ഒന്ന് പെട്രോൾ സ്റ്റേഷനിൽ കയറ്റി, അതായത് പെട്രോൾ പമ്പ് കയറ്റി, അതും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അതും കയറ്റി ടാങ്ക് തുറന്നെടുത്തു, ഓല് പെട്രോൾ അടിച്ച് ഞാൻ ഇറങ്ങിപ്പോയി. ഞാൻ ഇറങ്ങിയില്ല. ഇപ്പോൾ ടാങ്ക് തുറന്നു വെച്ച് ഓല് പെട്രോൾ ഫുള്ളാക്കി തന്നു, എടുത്ത് പോയി, വണ്ടി എടുത്തുകൊണ്ട് പോയി. പിന്നെ ഞാൻ കാല് കുത്തണം എൻ്റെ പെരയിൽ എന്നതിൻ്റെ ശേഷം ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത്. അതായത് 500 സംതിങ് കിലോമീറ്റർ, 500ൻ്റെ അടുത്ത് കിലോമീറ്റർ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടം വരെ വണ്ടിമെന്ന് ഇറങ്ങാതെ കണ്ടിന്യൂസ് ആയിട്ട് റെസ്റ്റ് ഇല്ലാതെ, വണ്ടിക്കും റെസ്റ്റ് ഇല്ല, എനിക്കും റെസ്റ്റ് ഇല്ലാതെ ഈ സാധനം കൊണ്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടം വരെ ഓടിച്ചു വന്നു. അതായത് ഈ വണ്ടീൻ്റെ പെർഫോമൻസാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്. അണ്ടർ 350 സാധനം നരയാണ്, സെറ്റാണ്, അത്രയ്ക്ക് പെർഫോമൻസാണ് സാധനം എന്ന് പറയാം. പക്ഷെ നേരെ മറിച്ച് വേറെ ദോഷവശം എന്ന് പറഞ്ഞാൽ ബാക്കിൽ ഒരാളെയും കൂടി ഇരുത്തിക്കാണ്ട് ഈ വണ്ടി കൊണ്ടെടുക്കാൻ പറ്റില്ല. ബാക്കിൽ ഒരാൾ ഇരുന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ പെടും. ഇവിടെ വന്ന് ടാങ്ക് വെച്ചുകൊണ്ട് ഇങ്ങനെ നമ്മളെ സാമാനം വെച്ചടിച്ചു. അതേമാതിരി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഊര വേദനയാകുക, കൈ വേദനയാകുക ബാക്കിൽ ഒരാൾ വെച്ച് പോയാൽ. അതേപോലെ തന്നെ ബാക്കിൽ എന്തെങ്കിലും ലോഡ് കെട്ടിയാണ്ട് പോയാലും ഭയങ്കര അടങ്ങാറാം. ലോഡ് അടച്ചിട്ട് ഞാൻ ബാക്കിൽ വണ്ടീൻ്റെ ടയർ മാത്രം ഇവിടെ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ പോയി. എൻ്റെ ഫോട്ടോ ഞാൻ വേണം അപ്ലോഡ് ചെയ്തതാണ്, സൈഡിൽ പിൻ ചെയ്യുക. അതേമാതിരി പോയിട്ട് എൻ്റെ എടങ്ങേറായിട്ട് ഊര വേദനയായിട്ടും കയ്യും കാലും വേദനയായിട്ടും ഇരിക്കാനേ കഴിയുന്നില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ ഇതിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയാൻ. പിന്നെ വണ്ടി സാധനം സെറ്റാണ്, ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര പവറാണ്. എനിക്ക് വണ്ടിനെ കുറിച്ച് റിവ്യൂ ചെയ്യാൻ അറിയില്ല, ഞാൻ എൻ്റെ ഒരു യൂസർ റിവ്യൂ നിങ്ങൾക്ക് തന്നതാണ്. പിന്നെ വണ്ടിക്ക് ബാക്കിയുള്ള വണ്ടീനെ അപേക്ഷിച്ച് എപ്പോഴും വർക്ക്ഷോപ്പ് കയറ്റേണ്ട ആവശ്യമോ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ പറഞ്ഞാൽ ഇതിനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു, ഇത്രയും കുണ്ടും കുഴിയും ചാടിച്ചും ഓഫ് റോഡിൽ നിർത്താതെ ചറപറാന്ന് പറഞ്ഞിട്ട് അടിച്ച് മിന്നി സ്ലോ ആക്കാതെ എനിക്ക് അത്ര ഇതാക്കി ഹാർഡായിട്ട് ഓട്ടിയിട്ടും അഗ്രസീവായിട്ട് ഓട്ടിയിട്ടും ഈ വണ്ടിക്ക് എനിക്ക് ഇതുവരെയായിട്ടൊരു കുത്തിക്കുലുക്കോ കാര്യങ്ങളോ വന്നിട്ടില്ല. എൻ്റെ അടുത്ത് KTM RC ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ FZ ഉണ്ടായിരുന്നു. ഞാൻ ഈ ഓടിച്ച വണ്ടികളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലുമുട്ടി കൂടെ പോയി ഇങ്ങനെ കിലുങ്ങും, മെറ്റൽ തമ്മിൽ ടച്ച് ചെയ്യുന്ന സൗണ്ട് കാര്യങ്ങൾ, കിരി സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ എല്ലാ പാർട്സും, എല്ലാ ഗ്യാപ്പായാലും എല്ലാ പാർട്സായാലും ചെറിയ ജോയിൻറ്റുകളാണെന്നുണ്ടെങ്കിലും ഏത് ഹാർഡായിട്ടുള്ള റോട്ടിൽ കൂടെ പോയിക്കാണെന്നുണ്ടെങ്കിലും വണ്ടിക്കൊരു കുത്തിക്കുലുക്കോ ആ മെറ്റൽ തമ്മിൽ കൂട്ടിമുട്ടുന്ന കിരി എന്നുള്ള സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി പക്ക സ്മൂത്താണ്, ഒരു കുലുക്കില്ലാതെ എപ്പോഴും ഞാൻ കൊണ്ടുവരുന്നത്. ആകെയുള്ള കുലുക്കവും ഈ മെറ്റൽമെന്നുള്ളൊരു കുലുക്കം മാത്രം, ഈ ഒരു കുലുക്കം മാത്രമാണുള്ളത്, വേറെ ഒന്നുമില്ല. വണ്ടി ഇറങ്ങുന്ന സാധനം നരിയാണ്, സെറ്റാണ്. അപ്പോൾ ഇത് ജെന്യൂനായിട്ടുള്ള യൂസർ റിവ്യൂ ആണ്. അല്ലാതെ ഞാൻ ഇത്ര ഓടിച്ച് ബാംഗ്ലൂർക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം, ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകണം, അങ്ങനെ 5-6 വട്ടം കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ ബാംഗ്ലൂർക്ക് വണ്ടി. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഇനിയും കൊണ്ടുപോവുകയാണ് ഞാൻ, 4-5 വട്ടം ഇനിയും കൊണ്ടുപോവുകയാണ്, നാളെ പോവുകയാണ്. അപ്പോൾ അത്രയ്ക്ക് നമുക്ക് കംഫർട്ട് ആയിക്കാണ്ട് സാധനം കൊണ്ട് നടക്കുക, സൂപ്പറാണ് സാധനം. അതേപോലെ ഇതിമെന്നുള്ളൊരു ഇരുത്തെന്ന് പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. സാധനം സെറ്റാണ്. പിന്നെ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ സൗണ്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയില്ല. പക്ഷേ ഞാനൊരു യൂസർ റിവ്യൂ തരാമെന്നുള്ള നിലയ്ക്ക് ഞാനിങ്ങനെ എടുത്ത വീഡിയോയും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു സീറ്റിംഗ് പൊസിഷൻ ഒരു കുറച്ചുകൂടി ഹൈറ്റുള്ള സീറ്റോ അങ്ങനെ ഒരു സീറ്റാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇരുത്തൊന്നും കൂടി ഗുമ്മായി ഒരു സ്പോട്ടി ലുക്ക് കിട്ടി. ഇതിന് സീറ്റിലും ഇവിടെ ഇങ്ങനെ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്രേക്ക് ലൈറ്റാണ്. ഒരു ഉരുണ്ടിട്ട് ഒരു ബ്രേക്ക് ലൈറ്റ്, ഒരു ഗുമ്മില്ല, കുറച്ച് സ്ക്വയറിൽ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പോട്ടി ലുക്ക് കിട്ടിയിരുന്നു. എനിക്ക് തോന്നുന്നത് ബുള്ളറ്റിൻ്റെ ഈ റോയൽ എൻഫീൽഡിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് പോലെ പോകുന്നതാണ് തോന്നുന്നത്. വേറെ ഇപ്പോൾ ഇതിൻ്റെ ദോഷം പറയാനൊന്നുമില്ല. എനിക്ക് ഏത് നിലയിലെടുത്ത് നോക്കുകയാണെങ്കിൽ വണ്ടി ഭയങ്കര യൂസ്ഫുള്ളും ഭയങ്കര സെറ്റുമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിന് മാർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 ഞാൻ ഇതിന് കൊടുക്കും. എനിക്ക് ഏകദേശം ഒരു 30-35 ലെവലിൽ മൈലേജ്, കമ്പനി പറഞ്ഞ മൈലേജ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ തേർഡ് സർവീസ് ഉണ്ട്. തേർഡ് സർവീസ് വരുന്നത് പറഞ്ഞാൽ 10,000-ലാണ്, അല്ലാണ്ട് 1 ഇയറിന് ശേഷമാണ് വരുന്നത്. തേർഡ് സർവീസ് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യാനുണ്ട്. അതിന് മുമ്പായിട്ട് ഞാൻ ഒന്ന് ബാംഗ്ലൂർ പോയി വരാമെന്ന് വിചാരിച്ച്. തേർഡ് സർവീസിൽ ഇത് വരില്ല ഓയിൽ ചേഞ്ചിങ്ങും അതേപോലെ തന്നെ ഫിൽറ്റർ ചേഞ്ചിങ്, ഓയിൽ ചേഞ്ചിങ് കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ തേർഡ് സർവീസിൽ വരുന്നത് പറഞ്ഞാൽ. തേർഡ് സർവീസ് കഴിയുമ്പോഴാണ് വണ്ടിക്ക് ഒന്നും കൂടി മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുകയെന്നാണ് കമ്പനി പറയുന്നത്. കമ്പനി പറയുന്നത് 35 ലെവലിൽ കിട്ടുകയെന്ന് പറഞ്ഞ്. ചിലവർക്ക് ഇത് 35ൻ്റെ മേലെയും കിട്ടിയിട്ടുണ്ട് മൈലേജ്.
പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ തേർഡ് സർവീസും ചെയ്തിട്ടില്ല, ആകെ സെക്കൻഡ് സർവീസ് ചെയ്തിട്ടുള്ളൂ. സെക്കൻഡ് സർവീസ് ചെയ്തിട്ടും എനിക്ക് വണ്ടിക്ക് ഏകദേശം 30-35 ലെവലിൽ കിട്ടുന്നുണ്ട്. ഇനി തേർഡ് സർവീസൊക്കെ ആകുമ്പോഴത്തേനും എനിക്ക് ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ അതിലും കൂടുതൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ എന്തുകൊണ്ടും ഈ വണ്ടി എടുക്കാൻ ഞാൻ 100% ഞാൻ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നു. 100% വണ്ടി അത്രയ്ക്ക് സെറ്റാണെന്ന് അറിയണം. ഹോൾഡറാണ്. പിന്നെ വേറൊരു കാര്യം, ഒരിക്കലും നിങ്ങൾ ഐഫോൺ യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ വണ്ടിൻ്റെ ഈ മൊബൈൽ ഹോൾഡറിൽ വെച്ചുകൊണ്ട് ഐഫോൺ വെച്ചുകൊണ്ട് വണ്ടി യൂസ് ചെയ്യരുത്. ഇത് യൂസ് ചെയ്താലുള്ള പ്രശ്നം എന്ന് ചോദിച്ചാൽ, യൂസ് ചെയ്താലുള്ള പ്രശ്നം വെച്ചപ്പോൾ കാണിച്ചു തരാം. ഇതാണ് പ്രശ്നം. ഞാൻ അങ്ങനെ ഒരു യൂസ് ചെയ്ത ആളാണ്. അങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് സംഭവിച്ചത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ക്യാമറ നോക്കി, എൻ്റെ മൊബൈലിൻ്റെ ക്യാമറയാണ് ഈ കാണുന്നത്. അതായത് വണ്ടി ഇങ്ങനെ ഷെയ്ക്കായിട്ട് ക്യാമറയും ഭയങ്കര ഷെയ്ക്കിങ്, ക്ലിയർ ഇല്ല. ക്യാമറ കണ്ടില്ല, കിടന്ന് ഇളകണ്. ഇതാണ് പ്രശ്നം. ഈ ഹോൾഡറിൽ വെച്ചുകൊണ്ട് യൂസ് ചെയ്താൽ ഒരു കിരികിരി സൗണ്ടും ഉണ്ടാവും. ഇതിൻ്റെ സെൻസറും കാര്യങ്ങളൊക്കെ അടിച്ചു പോകും. അതുകൊണ്ട് ആരും പിന്നെ വണ്ടീൻ്റെ മൊബൈൽ ഹോൾഡറിൽ ഐഫോൺ വെച്ചുകൊണ്ട് പോകാൻ പാടില്ല. അതിനും ആൻഡ്രോയിഡ് വെച്ചോളൂ. പക്ഷേ ഐഫോൺ ഒരിക്കലും വെച്ചുകൊണ്ട് പോകരുത് എന്ന് ഞാൻ പറയാം, അനുഭവത്തിൽ നിന്ന് പറയണം. ഞാൻ ഒരു ദിവസം അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് അങ്ങനെ വന്നുകൊണ്ട് ആയതാണ് ഇപ്പോൾ എൻ്റെ ഫോണിൻ്റെ ഈ അവസ്ഥ. പിന്നെ വേറൊരു കാര്യം വിടാൻ പറഞ്ഞാണ്, ഈ വണ്ടിൻ്റെ ഏറ്റവും മോശം വശങ്ങളിൽ ഒന്നെന്താ വെച്ചാൽ ഇതിൻ്റെ ബ്രേക്കിങ്. ബാക്കിലത്തെ ബ്രേക്ക് പിടിച്ചുകൊണ്ട് നമ്മൾ ക്ലച്ച്, അതായത് നമ്മൾ ഒരു അത്യാവശ്യം സ്പീഡിൽ പോകുമ്പോൾ അമ്പൊക്കെ കാണുമ്പോൾ ബാക്കിലത്തെ ബ്രേക്ക് പിടിക്കുമല്ലോ. അത്യാവശ്യം സ്പീഡ് പോകുമ്പോൾ അമ്പൊക്കെ കാണുമ്പോൾ നമ്മൾ ക്ലച്ച് പിടിച്ചുകൊണ്ട് ബാക്കിലത്തെ ബ്രേക്ക് പിടിക്കുമ്പോൾ അതായത് ക്ലച്ച് അറിയുന്ന ആൾക്കാർ പോയതാണ്. ബാക്കിൽ ബ്രേക്ക് പിടിക്കുമ്പോൾ അമ്പൊക്കെ കാണുമ്പോൾ നമ്മൾ അത്യാവശ്യം സ്പീഡിൽ ഇങ്ങനെ 30-40 സ്പീഡിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ട് അമ്പൊക്കെ കാണുമ്പോൾ ബാക്കിൽ ബ്രേക്ക് പിടിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ബ്രേക്ക് പിടിക്കുമ്പോൾ ക്ലച്ച് ചവിട്ടുമ്പോൾ അത് ക്ലച്ച് ചവിട്ടാതെ ബ്രേക്ക് പിടിക്കുമ്പോൾ ഓക്കെ, നോർമലാണ്. പെട്ടെന്ന് എന്തെങ്കിലും വണ്ടി ഡൗൺ ചെയ്യുമ്പോൾ ക്ലച്ച് ചവിട്ടുമല്ലോ, ക്ലച്ചാണ് ചവിട്ടുമ്പോൾ വണ്ടി നന്നായിട്ട് സ്ലോ ആവുക. അതായത് ബ്രേക്ക് കിട്ടുന്നില്ല. ബാക്കിൽ ബ്രേക്ക് ചവിട്ടുമ്പോൾ നന്നായിട്ട് ലൂസാകുക, ബ്രേക്ക് പാഡ് നന്നായിട്ട് ലൂസാകുക. അതേപോലെ വണ്ടി ബ്രേക്ക് കിട്ടാതെ മുമ്പേക്ക് പോവുക, ബ്രേക്ക് ഇല്ലാണ്ട് ബ്രേക്ക് ഡൗൺ ആയിക്കൊണ്ട് വണ്ടി മുമ്പേക്ക് പോവുക. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ ബ്രേക്ക് പിടിച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തലാണ്. അപ്പോൾ ഞാനത് കമ്പനിക്ക് വിളിച്ചുകൊണ്ട് പരാതിപ്പെട്ട പോലും എന്നോട് പറഞ്ഞെന്താ വെച്ചാൽ, അത് നമ്മൾ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ബ്രേക്കിൻ്റെ പാഡുമ്മൽ ഇങ്ങനെ ചെറുതായിട്ട് കാലിങ്ങനെ കൊടുക്കുമ്പോൾ അതിങ്ങനെ ലൈനർ ചൂടായിക്കൊണ്ട് എന്താ ഓയിൽ പമ്പ് ചെയ്യാതെ അങ്ങനെ എന്തോ അയക്കാണ്ട് ആവുന്നതാണ് എന്നാണ് പറഞ്ഞത്. അതിന് ബ്രേക്ക് പാഡുമ്മൽ ഇങ്ങനെ ചവിട്ടിക്കാണ്ട് വണ്ടി ഓടിക്കരുത് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങനെ കിട്ടുന്നില്ലാണ്ട് പെട്ടെന്നൊന്ന് ബ്രേക്ക് ഒന്ന് ചവിട്ടിക്കാണ്ട് വിട്ടുകാണ്ട് 2-3 വട്ടം ഇങ്ങനെ ചവിട്ടി വിട്ടുകയാണെന്നുണ്ടെങ്കിൽ റെഡിയാവുമെന്നും പറഞ്ഞു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, വണ്ടി വലിയ കുഴപ്പമൊന്നുമില്ല, ഓല് പറഞ്ഞ മാതിരി ചെയ്തു.